റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ഏകദേശം കഴിയാനായി. നമ്മൾ ഏറ്റവും ബെസ്റ്റ് മാച്ചാവുമെന്ന് പ്രതീക്ഷിച്ചൊരു മാച്ചുണ്ട്, പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം. പക്ഷെ ആ മാച്ചിലോട്ട് വരുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ഉയർന്നോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കേവലം ഒരു 1-0 എന്നുള്ള സ്കോർ ലൈനിലാണ് സ്പെയിന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, സ്പെയിനിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷാഫിക്കുണ്ട്, അതുപോലെ തന്നെ ഹരിയുണ്ട്. അപ്പോൾ ഈ മാച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഭയങ്കര ഹൈപ്പ് കിട്ടിയ മാച്ചാണ്. സ്പെയിനാണ്, പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പോർച്ചുഗലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹൈപ്പ് കിട്ടിയിട്ടുള്ളൊരു മാച്ചായിരുന്നു ഈ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മാച്ച്. നമ്മളൊരു പക്ഷേ ഈ ഒരു റൗണ്ട് ഓഫ് 16 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഹൈപ്പൊന്നും കൊടുക്കാത്ത പല മാച്ചുകളും, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാബോ വെർഡെ അർജൻറ്റീന, നമ്മൾ അർജൻറ്റീനയ്ക്ക് ഒരു ഈസി വാക്കാവുന്ന പ്രതീക്ഷിച്ച മാച്ച് നമ്മളെ ആ ഒരു മാച്ചിൻ്റെ ഒരു ത്രില്ലർ വൈബ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രമാറ്റിസം, ആ ഒരു സിനിമാറ്റിക് വൈബൊക്കെ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മാച്ചിൽ നിന്ന്. പക്ഷേ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ചിൽ നമുക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു സെൻറ്റർ മിഡ്ഫീൽഡിൽ നിന്ന് കളിക്കുന്ന, അപ്പുറത്തേക്കും പോകുന്നില്ല ഇപ്പുറത്തേക്കും പോകുന്നില്ല, പേടിച്ച് കളിക്കുന്ന. അപ്പോൾ എന്താണ് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ ഷാഫിക്കൊക്കെ തോന്നിയത്? അല്ല, ഈ മാച്ചിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്രസീൽ പുറത്തായതിൻ്റെ പിന്നാലെ പോർച്ചുഗലും പുറത്തായി എന്നുള്ള ഒരു ഫൈനൽ വെർഡിക്റ്റാണ് ഈ മാച്ചിൻ്റെ ഒരു ആകത്തുക. ഈ മാച്ച് നൂറ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഒരു കാര്യമായ ത്രില്ലർ മൊമെൻറ്റുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത, അതുപോലെ രണ്ട് വലിയ ടീമുകൾ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം പേടിച്ചും കളിച്ചൊരു മാച്ചാണ്. അതിൽ ബെറ്റർ ആയിട്ടുള്ള ടീം, കളിക്കാരൻ മികവാണെങ്കിലും ടാക്ടിക്സ് ആയാലും ബെറ്റർ ആയിട്ടുള്ള ടീം ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ സംഗതി. എനിക്കൊരു മാച്ച് കണ്ട ആളുകൾക്ക് എൻ്റെ ഭാഗ്യം അത് എക്സ്ട്രാ ടൈമിലേക്ക് പോയില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും ഒരു വൃത്തികെട്ട, അങ്ങനെ പറഞ്ഞിട്ട് അലമ്പ് മാച്ച്, അങ്ങനത്തെ ഒരു മാച്ച് എക്സ്ട്രാ ടൈമിലേക്കും പോയിട്ട് പിന്നെ പെനാൽറ്റിക്ക് ആവുന്നതിൽ എനിക്ക് അത് ഡിസർവ് ചെയ്യുന്നില്ല. ഈ 90 മിനിറ്റ് കളിക്കാനുള്ള കളി ഈ മാച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ബെറ്റർ ടീം, കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത, കൂടുതൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ടീം, കൂടുതൽ അറ്റാക്ക് ഇൻറ്റൻറ്റ് കാണിച്ച ടീം ഒരു നല്ലൊരു മുഹൂർത്തത്തിലൂടെ തന്നെ, നല്ലൊരു ഒരു മൂവ്മെൻറ്റിലൂടെ തന്നെ ജയിച്ചു കയറി എന്നുള്ള ഒരു സംഗതിയാണുള്ളത്. അപ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഒരു ഇതിഹാസം നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ അദ്ദേഹത്തിനൊരു കണ്ണീരോടെ മടങ്ങാനുള്ളൊരു വിധിയായിരുന്നു. പക്ഷേ അത് ഈ മാച്ചിൽ നമുക്ക് സാധാരണഗതിയിൽ ചില കളികളിലൊക്കെ നന്നായി കളിച്ചിട്ട് സങ്കടത്തോടെ പോകുന്ന കുറേ കളിക്കാർ നമ്മൾ ഈ വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടും നന്നായി കളിക്കാതെ, അല്ലെങ്കിൽ ഒരു ആസ് എ ടീം വലിയ ഒരു ത്രെട്ടൊന്നും ഉണ്ടാക്കാതെ ഒരു പടിയിറങ്ങിയ, ഒരു ക്രിസ്ത്യാനെ പോലെ ഒരു ഇതിഹാസം പടിയിറങ്ങേണ്ട ഒരു റിസൾട്ട് ആയിരുന്നില്ല, അത്തരത്തിലുള്ള മാച്ച് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രണ്ട് പവർ ഹൗസുകൾ നമ്മൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മത, ശ്രദ്ധ, എന്താ പറയുക, ബഹുമാനം, പേടി, അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാച്ചായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈ പേപ്പറിൽ രണ്ട് പേരുകൾ കാണുമ്പോൾ നമ്മൾ വലിയൊരു മാച്ചാണ്. പക്ഷേ ഞാനിത് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവരുടെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ, ഹിസ്റ്ററി ലാസ്റ്റ് ഒരു 7 മാച്ചസ് നോക്കി കഴിഞ്ഞാൽ 6 മാച്ചസ് ഡ്രോ ആണ്. അതിൽ ആകെ ഒരെണ്ണമാണ് ആ ഒരു 1-0 അതും ആ സ്കോർ വന്നിരിക്കുന്നത് സ്പെയിനിന്, അതായത് സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മാച്ചിൽ ഹെഡ് ടു ഹെഡ്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിൽ പ്രതീക്ഷിച്ചത്. പിന്നെ ഷഫീഖ് പറഞ്ഞ പോലെ പോർച്ചുഗൽ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഹൈപ്പ് ഓരോ മത്സരം കഴിയുമ്പോൾ, അത് രണ്ടാം മത്സരമായപ്പോൾ ഒന്ന് കൂടി. പിന്നെ ഒരു ഇൻകൺസിസ്റ്റൻസി പോർച്ചുഗൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലും പോർച്ചുഗലിന് ഉണ്ടായിരുന്നത്. പക്ഷെ ഷഫീഖ് പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഇങ്ങനെ ഇറങ്ങേണ്ട ആളായിരുന്നില്ല എന്നാണ് എനിക്ക്. നമ്മൾ ഇന്നലെ നെയ്മറിനൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പടിയിറങ്ങേണ്ട ഒരു താരമായിരുന്നല്ലോ. ഒരു യുഗമാണ് അവിടെ അവസാനിക്കുന്നത്. ഇപ്പോൾ ഈ പോർച്ചുഗലിൻ്റെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എവിടെ ആയിരിക്കാം, അതായത് നമുക്കറിയാം ഈ ഒരു ഇൻകൺസിസ്റ്റൻസി പോർച്ചുഗലിനുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ മാച്ച് സ്പെസിഫിക്കലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഡിസിഷൻസും ചിലപ്പം റൈറ്റായിട്ട് നമ്മൾ, അതായത് ആസ് എ ലെയ്മൻ, ആസ് എ ഓർഡിനറി പേഴ്സൺ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല. നമ്മളൊന്നും അത്ര കോച്ചിനോളം വളരുന്ന ആളുകളല്ല. അപ്പോൾ എവിടെ ആയിരിക്കാം ഒരു ഫുട്ബോൾ ആരാധകർ നിലക്ക്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ വ്യൂവർ നിലക്ക് തോന്നിയിട്ടുള്ളത്? അതായത് ഏതൊക്കെ ഡിസിഷൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ മേ ബി ഈ ഒരു ഗെയിം ഓക്കെ ആവുമായിരുന്നു, അല്ലെങ്കിൽ കളിയുടെ ഗതി മാറുമായിരുന്നു എന്ന് തോന്നിയ, അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ്സ് ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഈ സഞ്ജു സാംസണെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, സഞ്ജു ആയിരിക്കാനുള്ള എളുപ്പമല്ല എന്നുള്ളത്. എനിക്ക് അതിനേക്കാൾ ഗതിയുടെ തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ റോബർട്ടോ മാർട്ടിനസ് ആയിരിക്കാനുള്ളത് എളുപ്പമല്ല പോർച്ചുഗലിൻ്റെ മാനേജർ. കാരണം പോർച്ചുഗൽ പോലെ ഒരു ലോകോത്തര ടീമിൻ്റെ മാനേജർ ആയിരിക്കുക, ആ ടീമിൽ കുറേ സൂപ്പർ താരങ്ങൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനോ ഉണ്ടായിരിക്കുക, ക്രിസ്ത്യാനോക്ക് ഫുൾ ടൈം കളിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു വിൽ ഉണ്ടായിരിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ ഒരു വലിയ തീരുമാനം എടുക്കുക എന്നുള്ളത്, അതിനകത്ത് മാനേജറുടെ ആ ഒരു തീരുമാനത്തിനകത്ത് മാനേജർക്ക് ഉണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ഇന്നലത്തെ മാച്ചിന്. ഇന്നലത്തെ നല്ല ഈ വേൾഡ് കപ്പിൽ പല മാച്ചസിനും ഡിഫൈൻ ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ
റൗണ്ട് ഓഫ് 32-ൽ ക്രിസ്ത്യാനോ പെനാൽറ്റി അടിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ പിൻവലിക്കാൻ കോച്ചിന് സാധിച്ചത്. ഒരു ഗോൾ അടിച്ചുകൊണ്ട് സ്കോർ ചെയ്തുകൊണ്ട് അതുപോലും ക്രിസ്ത്യാനോ തീരെ ഹാപ്പി ആയിരുന്നില്ല. നമുക്ക് സ്ക്രീനിൽ കണ്ട് പുള്ളിയുടെ ഫേസൊക്കെ സൂം ചെയ്യുമ്പോൾ പുള്ളി വിസിബിളി പിന്നെന്താ പറയുക എവിഡന്റ് ആയിരുന്നു എവിഡൻ്റായിട്ട് ആൾ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഒരു ലോകോത്തര പ്ലെയർ, പിന്നെ പ്രോബബ്ലി അയാളുടെ ഒരു ലാസ്റ്റ് മാച്ച് ആകുന്നൊരു മത്സരം ഇതിന് അതിനകത്ത് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്നൊരു ബാക്ക്ലാഷ് ഓൾറെഡി അവിടെ ഉണ്ട്. അതേസമയം തന്നെ ഒരു ടാക്ടിക്കൽ മാച്ച്, തീർച്ചയായിട്ടും ഭയങ്കരമായ ടാക്ടിക്കൽ മാച്ചാണിത്. അതിനകത്ത് ക്രിസ്ത്യാനോ പോലെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള 41 ആയിട്ടുള്ള അത്ര പേസ് ഇല്ലാത്തൊരു പ്ലെയറിനെ പിന്നെ പ്ലേസ് ചെയ്യേണ്ടി വരുന്നൊരു ഗതികേട്. ഈ ഗതി ഇതാണ് ആക്ച്വലി മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു പിന്നെ ടാക്ടീഷ്യന് ഇറക്കിയാലും പണി ഇറക്കിയില്ലെങ്കിലും പണി. അത് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ഡിഫിക്കൾട്ട് ടഫ് കോൾ ആണെന്നൊക്കെ സമ്മതിക്കാം. പക്ഷേ ഒരു ടീമിൻ്റെ എൻ്റയർ ചുമതല ഒരു കോച്ചിനാണ്. അത് ആ കോച്ചിങ് സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് സ്ഥാനം ഒരു കോച്ച് ഏറ്റെടുക്കുമ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്റ്റ് നമുക്കറിയാം ഏതൊരു ടീമിന്. നമ്മളിപ്പോൾ റയൽ മാഡ്രിഡിലൊക്കെ റീസെൻ്റ്ലി കണ്ട ഇഷ്യൂസ് അതാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രത്യേകിച്ചൊരു നാഷണൽ സ്ക്വാഡ് 8 മത്സരങ്ങൾ മാത്രം കളിക്കുന്ന സ്ക്വാഡിൽ നമുക്ക് ചിന്തിച്ച് ഒരു ഡിസിഷനൊക്കെ എടുത്ത് ഒരു ടാക്ടിക്കൽ എവല്യൂഷൻ കൊണ്ടുവരാനെന്നുള്ള ടൈം അവിടെ ഇല്ല. അപ്പോൾ ആ ടൈം ഇല്ലാത്ത സാഹചര്യത്തിൽ റോബർട്ടോ മാർട്ടിനസ് മാനേജ്മെൻറ്റിൽ വീക്കായി പോയില്ലേ എന്നുള്ളതാണ്. അതാണ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിൽ, ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിൽ പുള്ളിയുടെ ഗതികേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു സംശയം വെച്ചാൽ പുള്ളി പോർച്ചുഗലിൻ്റെ മാനേജർ ആകുമ്പോൾ വെച്ച ക്ലോസിൽ ക്രിസ്ത്യാനോയെ എത്ര മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യിക്കും, ഇത്ര മാച്ച് സ്റ്റാർട്ട് ചെയ്യിക്കുന്നു എല്ലാം വെച്ചിക്കണമെന്നൊക്കെ ഡൗട്ടുണ്ട്. കാരണം അത്രയധികം ഒരു നമ്മളൊരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര യോജിച്ച് പോകാൻ പറ്റാത്ത കുറേ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. രണ്ടാമത് അതിനേക്കാൾ പ്രധാനം ഈ മാച്ചിനെ പറ്റി നോക്കുക. ഇത് ക്രിസ്ത്യാനോ ഈ മാച്ചിന് മുമ്പ് പ്രഖ്യാപിച്ചത് ഇതെൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ മാച്ച് ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്തില്ല നോക്കുക, ഈ കളി തോറ്റു. അപ്പോൾ അയാളുടെ അവസാന മാച്ചിൽ പിന്നെ അയാൾക്കൊരു പ്രാധാന്യം കൊടുക്കാതെ പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സംഗതിയുണ്ട്. അത് കാലാകാലം അതിൻ്റെ ഒരു കറ പിന്നെ ഫാൻസിൻ്റെ അടുത്തും പോർച്ചുഗൽ എന്താ ഫുട്ബോൾ ആരാധകർക്കിടയിലൊക്കെ ഉണ്ടാവും. ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ ശരിയാണ്, അവസാന മാച്ചാണ്. ആൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, അതായത് ആളുടെ അവസാന വേൾഡ് കപ്പാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഈ പറഞ്ഞ പോലെ പെനാൾട്ടി അടിച്ചത് കൊണ്ട് തന്നെ കോച്ച് ചെയ്തൊരു സംഭവമുണ്ട്. ക്രിസ്ത്യാനോ പിൻവലിച്ച് ഗോൺസാലോ റാമസിനെ ഇറക്കുന്നു. പക്ഷേ അത് ഈ ഒരു മാച്ചിൽ കോച്ച് ചെയ്തോ എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചു, ഓക്കെ, പക്ഷെ ഒരു റിസൾട്ട് വരാത്തപ്പോൾ ഒന്ന് പിൻവലിച്ചിട്ട് വേറൊരു പ്ലെയറിനെ ട്രൈ ചെയ്യാം. കാരണം ഗോൺസാലോ റാമസ് നമുക്കറിയാം ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ PSG പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ആളെ അളക്കാൻ പാടില്ല. കഴിഞ്ഞ മാച്ചിൽ ആൾ തെളിയിച്ച് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹാട്രിക്ക് പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്തൊരു പ്ലെയറും കൂടിയാണ് ഗോൺസാലോ റാമസ്. നാഷണൽ ടീമിന് വേണ്ടി എന്തുകൊണ്ടും വരുമ്പോൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന യങ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ് ഗോൺസാലോ റാമോസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്രഷ് ലെഗ് ഇറക്കി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ പിൻവലിച്ചിട്ടുള്ളൊരു ഗോള് നടത്തിക്കൂടായിരുന്നോ എന്നുള്ളതാണ്. ഇത് നമുക്കിത് ഷഫീഖ് പറഞ്ഞ പോലെ കൺഫ്യൂഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെ ഇറക്കണം എങ്ങനെ ഇറക്കണം എന്നൊക്കെയുള്ള പക്ഷേ ഒരു കോച്ചിൻ്റെ അടിസ്ഥാനം ഒരു ഇങ്ങനെ ടൂർണമെൻറ്റിക്ക് വരുമ്പോൾ അടിസ്ഥാനം 90 മിനിറ്റ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 120 മിനിറ്റ്സ് കഴിയുമ്പോൾ സ്കോർ ബോർഡിൽ അവരുടെ ടീം മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗോളവസരങ്ങൾ ഉണ്ടാക്കുക, അടിക്കുക എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഉള്ള താരങ്ങളെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്ലബ്ബിലെ പോലെയല്ല, ക്ലബ്ബിലെ പോലെ നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളെ വാങ്ങിയെടുക്കാം എന്നുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അങ്ങനൊരു സാഹചര്യം ഇല്ലല്ലോ. അങ്ങനൊരു സാഹചര്യം ഇല്ല. ആ പൂളിൽ നിന്ന് സെലക്ട് ചെയ്യാം കിട്ടിയ താരങ്ങളെ, ഉള്ള താരങ്ങളെ വെച്ച്. അപ്പോൾ ക്രിസ്ത്യാനോ പോലുള്ള താരത്തിന് ഇന്ന ചില എന്താ പറയുക കുറവുകളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഉപയോഗിച്ച് അത് വെച്ചിട്ടാണെങ്കിലും അവർക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, വിറ്റീനിയ ഉണ്ട്, ബെഞ്ചിലും പ്ലെയേഴ്സ് ഉണ്ട്, റഫേലിയാവോ ഉണ്ട്. റഫേലിയാവോ ഇന്നലത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്തില്ല. അതെനിക്ക് ഒരു ചെറിയൊരു പ്രശ്നമായി തോന്നി. ഫസ്റ്റ് മാച്ചിൽ ആ ഒരു ക്രൊയേഷ്യക്കെതിരെയുള്ള മാച്ചിൽ ലാസ്റ്റ് അസിസ്റ്റ് നൽകിയ ഒരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ച പ്ലെയറാണ്. അതുപോലെ കൺസെസാവോ ഈ ടൂർണമെന്റിലുടനീളം നല്ല രീതിയിൽ പോലും കോൺസെസാവോ എന്ന് പറയുന്ന പ്ലെയറിനെ സ്റ്റാർട്ടിംഗ് 11 ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു പേസ് ഉള്ള ഒരു പ്ലെയർ ഒരു വിങ്ങിൽ ഉണ്ടാകുമ്പോൾ എതിർ ടീമിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ലമീൻ യമാൽ എങ്ങനെയാണ് ഈ ഒരു സ്പെയിൻ ടീമിന്റെ വിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതേപോലെ താരങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ബെഞ്ചിൽ ഇരുത്തി എന്നുള്ളത് പെട്രോനെറ്റോ പേസുള്ള പ്ലെയർ തന്നെയാണ്. പക്ഷേ അതിലുപരി കുറച്ചും കൂടി പെനട്രേഷൻ ഈ ഒരു വേൾഡ് കപ്പിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ് കോൺസെസാവോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ കളിപ്പിക്കണോ വേണ്ടിയോ എന്നുള്ളപരി ഉള്ള ടീമിനെ വെച്ചിട്ട് ക്രിസ്ത്യാനോ മാത്രമല്ല ബാക്കി 10 പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ആ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ക്രിസ്ത്യാനോ എന്നുള്ള പ്ലെയറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കാനും അത് ഉപയോഗിച്ചൊരു ഗോൾ നേടാനും ഒക്കെ
പറ്റാവുന്ന പ്ലേയേഴ്സ് ഒക്കെ ടീമിലുണ്ട്, പോർച്ചുഗൽ ടീമിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഹരി പറഞ്ഞതിലൊരു കാര്യം പറയട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമേ 2 ഷോട്ട്സ് എടുത്തിട്ടുള്ളൂ. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണായി സിമോണ് അതിൽ ഒരു ഷോട്ട് ബ്രില്യൻ ഷോട്ട് ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സിൽ, അതായത് ഒന്ന് സ്ലൈഡ് ചെയ്ത കാല്, അത് ഒരു ബ്രില്യൻ ഷോട്ട് തന്നെയായിരുന്നു. ഉണായി സിമോണിന് ചാടി തടുക്കേണ്ടി വന്ന ഒരു ഷോട്ടായിരുന്നു. പിന്നെ ഒരു ഷോട്ടും കൂടെ, ആകെ 2 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് പോർച്ചുഗൽ എന്ന് പറയുന്ന ടീം ഇത്രയും ഒരു ബ്രില്യൻ സ്ക്വാഡായിട്ട് അവർക്ക് നടത്താൻ പറ്റി. ഇപ്പോൾ ഹരി പറഞ്ഞൊരു സംഭവമാണ്, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്, പക്ഷെ ഒരൊറ്റ പ്ലെയർ മാത്രമല്ല ഫീൽഡിലുള്ളത്. ഇപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കാം. ബ്രൂണോ ഫെർണാണ്ടസ് ബെസ്റ്റ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ് സീസൺ, അതുണ്ട്, റെക്കോർഡ് ബീറ്റ് ചെയ്തു എന്നുള്ളതൊരു ഫാക്റ്റാണ്. പിന്നെ ജാവോ ഫെലിക്സ് സൗദി പ്രോ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വരുന്നു. റൊണാൾഡോ ആണെങ്കിൽ പോലും അൽ നാസർത്തെ ചാമ്പ്യനാണ്. വിറ്റീന, ജാവോ നെവസ്, അതായത് ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് കോമ്പിനേഷൻ മാത്രമൊന്നുമല്ല, പല പണ്ഡിറ്റ്സും പറഞ്ഞൊരു സംഭവമാണ്, ഏറ്റവും പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള 2 മിഡ്ഫീൽഡേഴ്സ് ആണ് ഈ 2 പേരും. ഇനി ഒന്ന് ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനാസിയോക്ക് പരിക്കാണ്ട്, റെനാറ്റോ വേഗ അവിടെ ഉണ്ട്, ഓക്കെ ഫൈൻ. റുബൻ ഡിയാസ്, ബെർണാഡോ സിൽവ, മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് വിന്നേഴ്സ് ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ FA കപ്പും EFL കപ്പും വിന്നേഴ്സ് ആയിട്ടാണ് ഇവരും വരുന്നത്. ന്യൂനോ മെൻഡസിനെ പോലത്തെ, അതായത് ലമീൻ യമാൽ കളിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഏറ്റവും കോമ്പറ്റീഷൻ തരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ലൊരു പ്ലെയർ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ന്യൂനോ മെൻഡസ് എന്നുള്ളത്. അത് ലമീൻ യമാലിനെ പോലത്തെ പ്ലെയറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്താണെന്ന് അറിയാം. ആളങ്ങനെ ഒരാളെ കോമ്പറ്റീറ്ററായി കാണണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ എത്രത്തോളം മികച്ചതാണ് നമുക്കറിയാം. നല്ലൊരു പ്രകടനം എന്ന് എനിക്ക് തോന്നിയത് ന്യൂനോ മെൻഡസ് എങ്ങനെ ലമീൻ യമാലിനെ പൂട്ടി എന്നുള്ളതാണ്. മാച്ച് ഡിഫൈൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് ന്യൂനോ മെൻഡസിനെ ഇഞ്ചുറി ചെയ്യിപ്പിച്ചു. പുള്ളി പിന്നെ ഓടി, പുള്ളി ഹാംസ്ട്രിങ് വന്നാണ്. മറുവശത്ത് ജാവോ ക്യാൻസലും ഉണ്ട്, ബാർസലോണയിൽ ചാമ്പ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ബെസ്റ്റ് സ്ക്വാഡ്, അതായത് ചാമ്പ്യൻസ് മെന്റാലിറ്റി അല്ലെങ്കിൽ വിന്നിംഗ് മെന്റാലിറ്റി ആയിട്ട് വരുന്നൊരു സ്ക്വാഡ്, ഇത്രയും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വന്നിട്ട് പോലും ആ ഒരു കളക്ടിവിറ്റി ആ ഇൻഡിവിജ്വൽസിൽ ഈ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ചിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. റൊണാൾഡോ അവിടെ നിർത്തിക്കോട്ടെ, നമുക്കറിയാം റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ടീമിൻ്റെ ഒരു ലെജൻഡറി പ്ലെയർ ആണ്, ഐക്കോണിക് പ്ലെയർ ആണ്. ഒരു പക്ഷേ പുറത്തു നിന്നൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ റൊണാൾഡോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കും. പക്ഷേ എന്തുകൊണ്ട് ബാക്കി പ്ലെയേഴ്സ്, അതായത് ബ്രൂണോ ഫെർണാണ്ടസിനെ പോലത്തെ പ്ലെയറിന് എന്താണ് ആ ഗെയിമിൽ ചെയ്യാൻ സാധിച്ചുള്ളത്? ഈ ഗെയിം എന്നല്ല, കഴിഞ്ഞ കുറച്ച് മാച്ചുകൾ എന്താ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ബ്രൂണോ ഈ മാച്ചിൽ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി കമ്പയറിംഗ് ടു പ്രീവിയസ് ഗെയിംസ് ഇന്നലെ ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ബ്രൂണോ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ അറിയോ, അതിൽ പോർച്ചുഗലിന്റെ മിഡും അറ്റാക്കാണ് അവരുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതി. ഏറ്റവും മിഡാണ് അവരുടെ ഒരു പിന്നെ പവർ ഹൗസ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് പറഞ്ഞ പോലെ അറ്റാക്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് ടീം. റാഫേൽ ലിയാവ് ഉണ്ട്, ഭയങ്കര ഫുട് വർക്കുള്ള പ്ലെയർ അവിടെ ഉണ്ട്. പിന്നെ ഫെലിക്സ് പറഞ്ഞ പോലെ ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ഉണ്ട്. ഇത്രയും പിന്നെ എന്താ പറയാ ഗംഭീര. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ടീം വേറെ ഉണ്ട്. ഏതാണ്? ഫ്രാൻസ് ഉണ്ട്, അർജന്റീന ഉണ്ട്. ഓക്കെ, പക്ഷെ ഫ്രാൻസിന്റെ ഒരു സ്ക്വാഡ് ഡെപ്ത് ഒന്ന് നോക്കേ, പക്ഷെ അവർക്ക് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പോർച്ചുഗലിന് സാധിക്കുന്നില്ല. ഞാൻ അതിലേക്ക് വരുന്നത് ഫൈനൽ തേർഡിൽ പിന്നെ റിസൾട്ട് ഉണ്ടാക്കുന്നത് അൾട്ടിമേറ്റ്ലി ഫുട്ബോളിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഫൈനൽ തേർഡിൽ കളിക്കുക, ഗോൾ അടിക്കുക എന്നുള്ളതാണ് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അതാ നോക്കുക. ഇപ്പം ഇന്നലത്തെ മാച്ചിൽ പിന്നെ പോർച്ചുഗൽ ഗോൾ അടിക്കുക അല്ലെങ്കിൽ 2 അടിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യില്ല, കാര്യമായിട്ട് ഡിസ്കഷൻ ഇതിലേക്ക് വരില്ല. അടിച്ചില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് വേണ്ടത് വെച്ചാൽ ഈ പിന്നെ ഓപ്പണറിൻ്റെ ഹാഫിലും അവരുടെ തേർഡിലും പിന്നെ എന്താ ചെയ്യുക, അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മിഡ് വഴി നേരെ നമ്മളേറ്റവും എപ്പോഴും വെർട്ടിക്കൽ ഫുട്ബോൾ കളിക്കുമ്പോൾ മിഡാണ് ഒരു ഡി സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് യാർഡ്സാണ് ശരിക്കും ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അവിടെ കളി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ കാര്യമായിട്ടൊരു ത്രെട്ട് ഉണ്ടാക്കാൻ പോർച്ചുഗലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഈ എന്താ പറയുക, പോർച്ചുഗലിൻ്റെ ഗെയിം പ്ലാനിൻ്റെ തന്നെ പ്രശ്നം. അതിലൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ അഗെയിൻ കുറ്റപ്പെടുത്താൻ നമ്മൾ ആരുമില്ല, പക്ഷേ അവിടെ ഒരു ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള പേസുള്ള പ്ലെയർ ഉണ്ടായില്ല എന്നുള്ളതാണ് പോർച്ചുഗലിൻ്റെ ഒരു. പക്ഷേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റൊണാൾഡോ എന്നുള്ളൊരു ഫാക്ടർ ശരിയാണ്, പല ആളുകളും റൊണാൾഡോയെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കളിയെ നോക്കുമ്പോൾ റൊണാൾഡോ എന്നുള്ള പ്ലെയറിനെക്കാട്ടിലും ആ ടീമിന് എന്ത് കൊടുത്തു, എന്ത് ടാക്ടിക്കൽ ഇൻപുട്ട് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഒരു ടീം എന്ന് പറഞ്ഞാൽ 11 പേരാണ് കളിക്കുന്നത്. അപ്പോൾ 11 പേര് കളിക്കുമ്പോൾ ഈ കളിക്കാർ തമ്മിലുള്ള മാനസിക ഐക്യം, അവർ തമ്മിലുള്ള ധാരണയും പിന്നെന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അർജന്റീനയുടെ ഉദാഹരണമായിട്ട് എടുക്കാം. അർജന്റീന സ്കലോണിയുടെ ഉദാഹരണം എടുക്കാം. മെസ്സി എന്ന് പറയുന്ന ഒരു ഏജ്ഡ് പ്ലെയർ അവിടെ ഉണ്ട്. പക്ഷേ ആ പ്ലെയർ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മാച്ചിൽ കണ്ട വിമർശനം എന്താണെന്ന് വെച്ചാൽ, അർജന്റീനയുടെ ലാസ്റ്റ് മാച്ച് കണ്ട വിമർശനം എന്ന് വെച്ചാൽ മെസ്സിയെ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെസ്സിയെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ളൊരു ധാരണ ഉണ്ട്. ബോൾ അവിടെ കിട്ടിയാലും മെസ്സിയെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ബോൾ മെസ്സി മറ്റേ ഡീപ്പിലാണെങ്കിൽ അയാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു വിമർശനം വരെ മെസ്സിൻ്റെ കാര്യത്തിലുണ്ടായി. ആ ടീമിനകത്ത് മെസ്സി സിങ്ക് ചെയ്ത രീതിയുണ്ട്, അല്ലെങ്കിൽ ആ ടീമിന് ആ തരത്തിൽ പരസ്പരം പിന്നെ എന്താ പറയുക ബന്ധിപ്പിക്കുന്നതിൽ സ്കലോനി നടത്തിയൊരു വിജയമുണ്ട്.
നേടിയ വിജയമുണ്ട്. ആ വിജയം ഒരുപക്ഷെ മാർട്ടിനസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ഹെൻസ് പ്രൂവ്ഡ് റൊണാൾഡോ അല്ല പ്രശ്നം അല്ല, റൊണാൾഡോ അല്ല പ്രശ്നം. റൊണാൾഡോ അല്ല പ്രശ്നം എന്നുള്ളതാണ്. റൊണാൾഡോ അല്ല പ്രശ്നം. റൊണാൾഡോനെ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം. അതായത് ആ ഒരു പെർഫെക്റ്റ് യൂസ് അതെ, റൊണാൾഡോ അല്ല പ്രശ്നം, റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും അല്ല പ്രശ്നം. സിസ്റ്റം വർക്ക് ചെയ്യാത്തതാണ് പ്രശ്നം. ആ സിസ്റ്റമാണ്. അതായത് പ്രോപ്പറായിട്ട് എന്താണ് അവർ ഫീൽഡിൽ കാണിക്കേണ്ടത്. കാരണം ക്ലബ് ലെവൽ പെർഫോമൻസ് കാണുമ്പോൾ ഈ പ്ലേയേഴ്സ് ഒക്കെ നന്നായി. ക്ലബ് ലെവൽ മാത്രമല്ല, ഈ വേൾഡ് കപ്പ് ഉസ്ബെക്കിസ്ഥാന്റെ മാച്ച് നമ്മൾ കണ്ട സംഭവം ഒരു ചെറിയ ഓപ്പണന്റ് ആണ്. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ ഒരു പറ്റില്ല. ഓപ്പണന്റ് ചെറുതാണ്, പക്ഷെ എന്നാൽ പോലെ മാച്ചിൽ ഈ ടീം കാണിച്ച ഒത്തിണക്കം, അവർ കാണിച്ചിട്ടുള്ള ഒരു റാപ്പോ ഒക്കെ നമ്മൾ പിന്നെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് ക്രിസ്ത്യാനോയ്ക്ക് പാസ് കൊടുക്കുന്നതിനുള്ള സിംഗിൾ സ്റ്റേറ്റ്മെന്റിലാണ് എല്ലാവരും ബ്രൂണോയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ മാച്ചിൽ ക്രിസ്ത്യാനോ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നുണ്ട്, അയാൾക്ക് നല്ല ഗോൾ അടിക്കാൻ വേണ്ടി ഭയങ്കര അടിപൊളി അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതല്ല വിഷയം, കളിക്കാർ തമ്മിലുള്ള പേഴ്സണൽ ലീഗോ അല്ല പ്രശ്നം. ഇവരെ പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാർട്ടിനസിന് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അയാൾക്ക് എന്തുകൊണ്ടോ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം. ഇപ്പം ഇന്നലെ ഈ നൂറ പറഞ്ഞു ഈ റഫ ലിയാവനെ ഇറക്കാതെ ഫെലിക്സിനെ ഇറക്കി എന്നുള്ളത്. എനിക്കത് അതൊരു ഗുഡ് ക്വാളിറ്റി തോന്നിയില്ല. കാരണം ക്രിസ്ത്യാനോയുമായിട്ട് കുറച്ചും കൂടി മാനസിക ഐക്യം, കുറച്ചും കൂടി ഒരു പിന്നെ ഫാൻ ബോയ് മൊമെൻ്റ് ഒക്കെ ഉള്ള ആളാണ് ഫെലിക്സ് അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട് ഇന്നലെ. അവരൊരു അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് പിന്നെ വിമർശിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ഫാക്ടറാണ്. നമ്മൾ ഒരു 11 കളിക്കാരെടുത്തിട്ട് അവരുടെ പിന്നെ ഹിസ്റ്ററിയും അവരുടെ ബ്രില്യൻസും വെച്ച് മാത്രമല്ല ഉണ്ടാക്കുക. ഇവരെ തമ്മിലുള്ള മനപ്പൊരുത്തം, ഇവരെ തമ്മിലുള്ള ഈഗോ എങ്ങനെയാണ് പിന്നെ വർക്ക്, അത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ടീം ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ഇതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഇതിനകത്ത് കാണാതെ പോകുന്നതാണ് ബെർണാർഡോ സിൽവ എന്ന് പറയുന്ന ഒരു പ്ലെയർ. അദ്ദേഹം നന്നായി കളിക്കുന്ന പിന്നെ ഈ വേൾഡ് ഫുട്ബോളിൽ കറണ്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ ടോപ്പ് റേറ്റ് ചെയ്യപ്പെടുന്ന പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം ഈ വേൾഡ് കപ്പ് എന്താ കാണിച്ചത്? ഇന്നലെ തന്നെ വന്നിട്ടൊരു യെല്ലോ കാർഡ് വാങ്ങി. ആ ഗോൾ വഴങ്ങിയതിലും അയാൾക്ക് പങ്കുണ്ട്. അയാൾക്ക് ഫൗൾ ചെയ്തത് എന്താ പറയുക ഇയാളാണ്, ബെർണാർഡോ സിൽവയാണ്. ഈ ഗോളിന് പോയിട്ടുള്ള ഫ്രീ കിക്ക് പിന്നെ ചെയ്തത്, കൺസീഡ് ചെയ്തത്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അത് ഈ കളിക്കാരെ കണക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ബ്രൂണോ ഫെർണാണ്ടസ് എന്താണ് ഇവിടെ കാണിച്ചു കൊടുത്തത്? നമുക്കറിയാം മാഞ്ചസ്റ്ററിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ബാക്കിൽ കസമേറിയും കോബി മൈനും കളിക്കുമ്പോൾ അതിന് മുമ്പിൽ കിട്ടുന്ന ഫ്രീഡം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്ലെയർ. മുമ്പും മറ്റേ യുണൈറ്റഡ് ഇത്ര അധികം തളർന്നു കിടന്ന കാലത്ത് പോലും, ഇപ്പോൾ നമ്മൾ ടെൻഹാഗിൻ്റെ കാലത്താവട്ടെ, അതിന് ശേഷം വന്ന റൂബൻ അമോറിൻ്റെ കാലത്താവട്ടെ, അന്നും സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ഒന്നും തന്നെ ബ്രൂണോ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഫ്രീ ആയി അങ്ങനെ വന്നു. അതെ, എന്നിട്ട് പോലും അപ്പോൾ ഇത്ര കളിക്കുന്ന ഒരു പ്ലെയറിനെ ആ ഒരു പിന്നെ അയാൾക്ക് ആവശ്യമായ സിസ്റ്റം കൊടുക്കാൻ കോച്ചിന് കഴിയുന്നില്ല. പറയുമ്പോൾ നമുക്ക് പറഞ്ഞാൽ റൂബൻ എന്താ പറയുക, ജോനവസും വിറ്റീഞ്ഞ് പിന്നെ ആളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, എന്നിട്ട് പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ കോച്ചിന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ആ സിസ്റ്റം എന്താ പറയുക മേക്ക് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇയാൾ പറയാം. മറ്റേ ഇപ്പോൾ നൂറ് പറഞ്ഞില്ലേ 10 പ്ലെയേഴ്സിന് ഇവരൊക്കെ ചാമ്പ്യൻ മെൻറ്റാലിറ്റിയാണ്, എന്തുകൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ മറ്റേ മീമാണ് എനിക്ക് തോന്നുന്നത് വി ഹാവ് സീൻ ദിസ് ബിഫോർ ബെൽജിയത്തിന്റെ. അല്ല, ഞാനിവിടെ ഓണർ മറ്റേ സ്ക്വാഡിനെ കുറിച്ച് അതായത് നമ്മൾ ഫസ്റ്റ് ലൈനപ്പും സ്ക്വാഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ ഓണറിൽ പറയലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലൈവ് പോകുന്ന ടൈമിൽ പറഞ്ഞപ്പം എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ്, ഇങ്ങനത്തെ സ്ക്വാഡ് പണ്ടും കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ചില ഫാൻസിന്റെ ബസ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. വി ഹാവ് സീൻ ദിസ് ബിഫോർ. റോബർട്ടോ മാർട്ടിൻസ് ഇത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. 2018 വേൾഡ് കപ്പിലും 2022 വേൾഡ് കപ്പിലും ബെൽജിയത്തിന് എനിക്ക് തോന്നുന്നു അതിൽ ഒരു വേൾഡ് കപ്പിലും 2 വേൾഡ് കപ്പിലും നമ്പർ, അതായത് റാങ്കിങ്ങിൽ നമ്പർ 1 ആയിട്ടാണ് ബെൽജിയം പോകുന്നത്. 2018 എനിക്ക് തോന്നുന്നു ബെൽജിയത്തിന്റെ ഒരു 1 ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു 2018 ആയിരുന്നു. പക്ഷെ 2022 വരുമ്പം അതായത് ഗോൾഡൻ ജനറേഷനെ ഡെസ്ട്രോയ് ചെയ്തു എന്നുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഗോൾഡൻ ജനറേഷനിൽ തന്നെ 2018 റീറ്റെയിൻ ചെയ്ത അതേ പ്ലേയേഴ്സാണ് 2022 വരുന്നത്. ഈ അവരുടെ ഡിഫൻസായ വെൻഡ്രഗൻ, എഡൻ ഹസാർഡ്, ഇവരെ ഇങ്ങനത്തെ പ്ലേയേഴ്സ് എത്രത്തോളം ആ ടൈമിൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരുന്നു സ്ക്വാഡിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ചെയ്ത അതേ സംഭവം അതായത് എലൈറ്റ് പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയിട്ടൊരു കോള് റോബർട്ടോ മാർട്ടിനസിനെ പോലത്തെ ഒരു കോച്ചിന് വരുത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് അന്ന് ബെൽജിയത്തിലും എഡൻ ഹസാർഡും കെവിൻ ഡി ബ്രൂയിനും ഒക്കെ ക്ലാഷ് ഉണ്ടായിരുന്നു. കെവിൻ ഡി ബ്രൂയിനെ നോക്കണേ, ഇപ്പൊ നമ്മൾ ഇതേ ഇരിക്കുമ്പോൾ നമ്മളിപ്പോ മറ്റേ നെക്സ്റ്റ് റൗണ്ടിലേക്ക് അഥവാ ക്വാർട്ടറിലേക്ക് മുന്നേ ടീമാണ് മറ്റേ ഇംഗ്ലണ്ട് അല്ലേ. ഇംഗ്ലണ്ട് ഇങ്ങനെയാണ് ഇത്ര അധികം നന്നായി കളിക്കുന്നത്. ലാസ്റ്റ് മാച്ചൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടു. എന്താ കാര്യം, അവർ ബ്രേവ് കോൾസ് എടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് അവരിപ്പോൾ ഈ കോൾ പാമറ ടീം കളിക്കുന്നില്ല, അതുപോലെ നമ്മൾ ഫോഡൻ കളിക്കുന്നില്ല, ലൂക്ക് ഷോ കളിക്കുന്നില്ല, മഗ്വയർ സീസണിൽ കഴിഞ്ഞ സീസൺ നല്ല ഇവരൊന്നും ടീമിലില്ല. അപ്പോൾ അത് ആ മാനേജറുടെ ഒരു എന്താ പറയുക അധികാരമാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു എന്താ പറയുക കോൾ എടുക്കാനുള്ള ഒരു പവറാണ് ആര് വേണം ആര് വേണ്ട തീരുമാനിക്കുന്ന കാര്യത്തിൽ.
കുറേ സൂപ്പർ താരങ്ങൾ, ഇപ്പോൾ കോൾ പാമ്പർ ഒരിക്കലും പറയാൻ പറ്റില്ല. ചെൽസിൻ്റെ കഴിഞ്ഞ സീസണിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു ഫോഡൻ സംഭവം. അയാൾക്ക് പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും യങ് ടാലൻറ്റുകളുടെ ഒരു എണ്ണപ്പെട്ട പ്ലെയറാണ്. മഗ്വയർ ഏജ്ഡ് ആണെങ്കിലും ആൾ യുണൈറ്റഡിൽ കഴിഞ്ഞ സീസൺ കാഴ്ചവെച്ച പ്രകടനം, പ്രത്യേകിച്ച് ഏരിയൽ ത്രെട്ടൊക്കെ ആൾ ഉണ്ടാക്കുന്നത് ഗംഭീരമാണ്. പക്ഷേ അങ്ങനെ കളിക്കാരൊക്കെ ഇട്ടിട്ട് ആണ് അയാൾ ഇതിന് വന്നിട്ട് വേൾഡ് കപ്പിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ കോബി മൈനു എന്ന് പറയുന്ന പ്ലെയർ അയാൾ കളിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നി ഈ വേൾഡ് കപ്പിൽ കളിച്ചു മൈനു കളിച്ചിട്ടില്ല. കളിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ആ കോച്ച് എടുക്കുന്ന കോളാണ്. പക്ഷെ എന്നിട്ടും ആ ടീം കളിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കോൾ എടുക്കുന്നിടത്താണ് ഒന്നാമത്തെ പ്രശ്നം. മൈതാനത്തിന് പുറത്താണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. അതായത് ഇതാണ് റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ചിനെ ആ ഒരു എലൈറ്റ് സ്റ്റാർസിനെ മാറ്റി നിർത്തിയിട്ട് ഓക്കെ ലെറ്റ്സ് മേക്ക് എ ഡെസിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ സെറ്റപ്പിൽ ചേഞ്ച് തരാം. അതാണ് ബെൽജിയത്തിൽ എനിക്ക് 2018 ഞാൻ അത്ര ആളെ എത്രത്തോളം കുറ്റം പറയണം നമുക്കറിയില്ല. ബിക്കോസ് ബെൽജിയത്തിൻ്റെ തന്നെ അവരുടെ നാഷണൽ ടീമിൽ ഒരിക്കലും ആ രീതിയിൽ അവർ ഇതുവരെ വളർന്നിട്ടില്ല. പക്ഷേ 2022 ഇങ്ങനത്തെ ഒരു രീതിയിൽ ഓൾറെഡി നാഷണൽ ടീം വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ മേ ബി ഒരു ജനറേഷണൽ ചേഞ്ച് അല്ലെങ്കിൽ പുതിയ പ്ലേയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം വിമർശനങ്ങൾ ആ കോച്ച് നേരിടേണ്ടി വരില്ല. പക്ഷേ അത് റോബർട്ടോ മാർട്ടിനസിന് 2022 ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2021 ലേറ്റ് യൂറോ 2020 ലേറ്റ് യൂറോ നടന്ന ഇറ്റലിയോടാണ് അവർ പരാജയപ്പെട്ടത്. പിന്നെ ഇതാണ് റോബർട്ടോ മാർട്ടിനസിൻ്റെ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഈ 2021 യൂറോ അല്ലെങ്കിൽ 2018 വേൾഡ് കപ്പ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 2018 സെമി ഫൈനൽസ് ഫ്രാൻസിന് എതിരെയായിരുന്നല്ലോ. പിന്നെ ആ ടീം ചാമ്പ്യൻസ് ആയി. 21 ഇറ്റലിക്കെതിരായിരുന്നു എനിക്ക് തോന്നുന്നു. ക്വാർട്ടർ ഫൈനൽസിലാണെന്ന് പുറത്ത്. പിന്നെ ഇറ്റലി ചാമ്പ്യൻസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇത് പറയാം, അതായത് ചാമ്പ്യൻസിനോട് പൊരുതി തോറ്റിട്ട് അവർ ചാമ്പ്യൻസ് ആയി എന്നുള്ളത് പറയാം. അത് കപ്പെടുക്കാനുള്ള ടീമാണെങ്കിൽ അതിന് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു കോച്ചിന്റെ ആ ഒരു ഏൽപ്പിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഫെയിൽ ചെയ്തു തന്നെ നമുക്ക് സ്പെയിൻ കപ്പെടുക്കോ പോർച്ചുഗല് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ സ്പെയിനിന്റെ മാച്ച് നോക്കുമ്പോൾ പോലും സ്പെയിനെ നന്നായിട്ട് ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇവരുടെ ഈ ഷോട്ട് ഓൺ ടാർഗറ്റോ അല്ലെങ്കിൽ ഒക്കെ നോക്കും ഫൈനൽ തേർഡിൽ അവരുടെ ഡിസിഷൻ മേക്കിലും കുറേ പ്രോബ്ലംസ് ഉണ്ട്. നല്ല ഷോട്ടുകൾ പോസ്റ്റിലേക്ക് പോകുന്നില്ല. പിന്നെ ഇയാൾ ഡെഫിനറ്റ്ലി ഡീഗോ കോസ്റ്റ നന്നായിട്ട് പിന്നെ എന്താ പറയുക തടുത്തിട്ടുണ്ട്. കുറേ എന്താ പറയുക ഇവരുടെ ഷോട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പെനിട്രേഷൻ അവിടെ ഫൈനൽ തേർഡിൽ വരുന്നില്ല. പ്രത്യേകിച്ചും അവിടെ ഫൈനൽ തേർഡിലേക്ക് ആ ബോക്സിലേക്ക് എത്തുമ്പോൾ ഒരു സ്ലോ ബാക്കിൽ നിന്നൊക്കെ പെട്ടെന്ന് ഹൈ പിന്നെ പാസ് ചെയ്തപ്പോൾ എത്തിയിട്ട് ബോക്സിലെത്തുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ യമാൽ പണ്ട് സിറ്റിക്ക് ഉണ്ടായിരുന്ന പോലുള്ളൊരു ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതായത് ഈ പാസിംഗ് ഫുട്ബോളിന്റെ ടിക്കിടാക്കിന്റെ വേരിയേഷനാണ്, ഒരു വേരിയന്റാണ് ചങ്ങായി ലാഫോന്റെ കളിക്കുന്നത്. കുറച്ചുകൂടി വെർട്ടിക്കലാണെന്നുള്ളൂ. അതിന്റെ പ്രോബ്ലം വെച്ചാൽ ഫൈനലിൽ 6 ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഒരു ഹാളണ്ടിനെ കൊണ്ടുവരാൻ ഇയാൾ തീരുമാനിച്ച ഒരു മൂവ്മെന്റ് പറയുന്നുണ്ട് ഗാർഡിയോള. കാരണം ഈ പ്ലേയേഴ്സ് ഫുള്ള് ബോക്സിൽ പാസിട്ട് കളിക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. സെയിം സംഗതികൾ ഇപ്പോഴും ഉണ്ട്. ഈ മാച്ച് എന്താ വെച്ചാൽ ഈ മാച്ചിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവർ അങ്ങനെ ഒരു കുറച്ചും കൂടി അത്ര ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ടാണ് അത് എക്സ്പോസർ ആവാത്തത്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി എന്താ പറയുക പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഫ്രാൻസിനെ പോലെയുള്ള ടീമൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇവർ അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ട്. പിന്നെ മാത്രമല്ല ടെസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ഏരിയ അല്ലെങ്കിൽ അത്തരത്തിലൊരു ത്രെട്ട് വരാത്തൊരു ഏരിയയിൽ പെട്ടെന്ന് ഭയങ്കര ത്രെട്ട് വരുമ്പോൾ പൊളിഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇപ്പം നമുക്ക് ക്ലീൻ ഷീറ്റുകളുടെ ഒരു സീരീസാണ് ഇവരുടെ സ്പെയിൻ്റെ ഒരു വരവ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് വൺസ് അത് മറ്റേ അവർ കളിച്ചിരിക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് അത്ര ഒഫെൻസീവ്ലി അത്ര ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഇതുവരെ ഈ വേൾഡ് കപ്പിൽ കാണിക്കാത്തൊരു ടീമുകളാണ്. ഈ പോർച്ചുഗലായാലും ഒഫെൻസീവ്ലി ഫയർ പവർ ഉണ്ടെങ്കിലും ഓസ്ട്രിയ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷെ അവർക്ക് ഫൈനൽ തേർഡിലൊന്നുമില്ലല്ലോ. ഫൈനൽ തേർഡിലൊന്നും അങ്ങനെ വരുന്നില്ല. ഒരു ഇതാണ് ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ പേസ് ഉണ്ട്, നന്നായി കളിക്കുന്ന ഗിഗൻ പ്രസിംഗ് ഒക്കെ ടീം. ആ ഫൈനൽ തേർഡിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഉറുഗ്വേക്ക് അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സൗദിക്ക് നമുക്കറിയാം, സൗദി ദുർബല ടീമായിരുന്നു. കേപ്പ് വെർഡെ അറ്റാക്ക് ചെയ്യാനേ ശ്രമിച്ചിട്ടില്ല. ഡിഫൻസ് ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള സന്ദർഭം വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നലെ പോർച്ചുഗൽ ടെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് പോർച്ചുഗൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല കാര്യമായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ 2 ഷോട്ട് എന്നല്ലാതെ കാര്യമായിട്ട് ആകെ അത്രയേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ടെസ്റ്റ് വരുന്ന പിന്നെ ഹൈ ക്രോസുകളും ഭയങ്കര ഫിസിക്കൽ ബാറ്റിലൊക്കെ ഇമ്പോർട്ടൻ്റ്. കാരണം കുബാർസി എന്ന് പറഞ്ഞ പ്ലെയറൊക്കെ ഇതിൽ 19 വയസ്സിൽ ചെറിയ മോനാണ്. അപ്പോൾ അയാൾക്കൊരു ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ, അയാളുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കൂടി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭം വരികയാണെങ്കിൽ ഇവരൊക്കെ പതറിപ്പോവും. കുബാർസി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ ആണ്. പിന്നെ കുബാർസി ദെൻ ലപ്പോർട്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സബിലുള്ളത് മാർക്ക് പ്യൂബിലും പിന്നെ എറിക് ഗാർഷിയാണ്. അവിടെയാണ് ഹുയിസിനെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യം കൂടി വരുന്നത്. ഇവരുള്ളപ്പോൾ ഓക്കെയാണ്, ആ ചോദ്യം വേൾഡ് കപ്പിൽ പ്രസക്തി വന്നില്ല എന്നുള്ളത്. അറ്റാക്ക് വന്നാലല്ലേ ഇത് സംഭവിക്കുള്ളൂ.